ഹായ്. അപ്പോൾ ദേ തിങ്കളാഴ്ച രാവിലെ ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ കഴുകിക്കൊണ്ട് തന്നെ എൻ്റെ പണികൾക്ക് ഞാൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചേട്ടൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം ആൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അടുപ്പത്തിട്ടു. അതാകുമ്പോൾ അത് അവിടെ നിന്ന് വെന്തോളുമല്ലോ. നമ്മുടെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അത് ഊറ്റാനുള്ള സമയമാകും. അപ്പോൾ അത് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് ഗ്രീൻ പീസിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ പീസ് ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ ഗ്രീൻ പീസിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിക്കും. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ 3 വിസിലും കൂടെ അടിച്ചെടുക്കും. അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് ഗ്രീൻ പീസ് വെന്ത് കിട്ടുന്നത്. ഇത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോഴേക്ക് അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കത് ഈ ചോറിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ തക്കാളി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. വെറുതെ തക്കാളി തിളപ്പിച്ച് മസാല മാത്രം ഇട്ടിട്ട്. ഈ കറിയാകുമ്പോൾ നമുക്ക് തേങ്ങയൊന്നും വേണ്ട. വെറുതെ നമ്മൾ മസാലയും വെള്ളവും ഒഴിച്ച് മാത്രം ഉണ്ടാക്കുന്ന കറിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ചട്ടിയും ഒരുപോലെ അടുപ്പത്ത് വെച്ചിട്ടോ നമുക്ക് 2 കറികളും കൂടെ ഒരുമിച്ച് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഗ്രീൻ പീസ് കറിക്കുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴച്ചെടുക്കുക. അത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല എരിവുള്ള പച്ചമുളകാണ് ഗ്രീൻ പീസ് വേവിക്കാനുള്ളതിനകത്ത് ഇട്ടത്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് മാത്രമേ എരിവിനായിട്ട് എടുക്കുന്നുള്ളൂ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്തോളൂ, ആ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി. എനിക്ക് തേങ്ങ അരച്ചിരിക്കുന്ന കറികൾ ചുവന്നിരിക്കുന്നതിനേക്കാളും ഒരു മഞ്ഞ ഷെയ്ഡുള്ള അതിങ്ങനെ കാണാനാട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളിൽ കൂടുതലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി അങ്ങനെ അധികം ചേർക്കാറില്ല. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. മസാല മാത്രം ഇടുന്നെങ്കിൽ, തേങ്ങയില്ല മസാലക്കറി പോലെ വയ്ക്കുന്നെങ്കിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ആ കറി കാണാൻ വേറൊരു ഭംഗിയാണ്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ തക്കാളിക്കുള്ള പണി ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തും നമ്മൾ വെളുത്തുള്ളിയിൽ നിന്ന് സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി പിന്നെ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. പിന്നെ നമ്മളുടെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.